ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും കിട്ടിയില്ലാന്ന് പറയരുത്. ഇല്ല, റേഞ്ച് ഉണ്ട്, കിട്ടിയിട്ടുണ്ടാവും. ഈ പോടാ നിനക്കല്ല. അല്ല, ഇത്രയും ഉറക്കല്ല ഉമ്മ കൊടുക്കണം. നീ അടുത്ത വീട്ടിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. പോരെ? അവർക്ക് മാത്രമല്ല, അവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വീഡിയോയിൽ ഇത്ര ഒച്ചയ്ക്ക് സൗണ്ട് വരില്ലേ? ഉമ്മ പറയില്ല. അപ്പോൾ അടുത്ത വീട്ടിലാണ് ആരപ്പ ഈ ചേച്ചി, ആർക്കാണ് ഉമ്മ കൊടുക്കണം? മനസ്സിലാവില്ലല്ലേ വീഡിയോ ആണെന്നുള്ളത്? മനസ്സിലായില്ലേ? എന്താ അത് ഇത്ര ഒച്ചയൊരു ഉമ്മ? അപ്പം അവിടെ കുട്ടി കിടക്കുന്നുണ്ട് വിചാരിച്ചു അവൻ്റെ തൊട്ടടുത്ത്. അത് ഉമ്മ എന്ന് പറയുമ്പോൾ വേണ്ടമ്മ പറയും. അങ്ങനെ ഒരു സംഭവം നടക്കാൻ വഴിയുണ്ട്. കാരണം അത്ര ഉറക്കെയാണ് അമ്മ പറയണത്. അമ്മ ഈ രാഷ്ട്രീയക്കാരൻ്റെ ഒക്കെ ഇതിന് പോയി കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റിനൊക്കെ പോകാമല്ലോ. നമ്മുടെ സൗണ്ട് നല്ല അടിപൊളി, നല്ല എന്താ പറയുക, എക്കോ ഉള്ള സൗണ്ടാണല്ലോ. അല്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ മൈക്കിൽ മെല്ലെ സംസാരിച്ചാൽ മതി, 10 ജില്ലക്ക് കേൾക്കും. വളരെ സ്മൂത്തായിട്ട്, വളരെ ചെറിയ സൗണ്ടാണ് നമ്മൾ. അല്ലല്ല, നമ്മുടെ സൗണ്ട് കുറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2 കുറ്റങ്ങൾ പറഞ്ഞതിന് കുറേ ആൾക്കാരുടെ കുറ്റങ്ങൾ പറഞ്ഞതിൻ്റെ ഒക്കെ മറുപടി പറയാനുണ്ട് കേട്ടോ. ഒന്ന്, എന്നെ ഇടിക്കും, തല്ലും, കുത്തും, മാന്തും എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് കൃഷ്ണവേണി അൽഫോൻസ് വന്നൊരു ചേച്ചി, ഒരു ലില്ലി ചേച്ചി, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയോടുള്ള സ്നേഹം കൊണ്ട്, അതുകൊണ്ട് അമ്മേനെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കൊരു നേരം പോക്കിന് വേണ്ടി ഞാൻ കളിയാക്കും. നിങ്ങൾ വേണമെങ്കിൽ എന്നെ വന്ന് തല്ലിയിട്ടോ അടിച്ചിട്ടൊക്കെ പൊക്കോളൂ. എന്താ ചെയ്യുക, ഈ വികൃതി കുട്ടനത് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാവും. എനിക്ക് വികൃതി കളിക്കുക ഈ അമ്മയല്ലാണ്ട് ആരാ ഉള്ളത്? അപ്പോൾ ചെവി പിടിക്കാനൊക്കെ സമയം ഉണ്ടെങ്കിൽ വന്ന് എപ്പോൾ വേണമെങ്കിലും പിടിച്ചോളൂ അല്ലമ്മ. എന്നാലും അല്ല, ഈ വികൃതി കുട്ടിയോടെ കണ്ടിട്ടില്ലേ? അവരെ അടിച്ചത് കൊണ്ട് വികൃതി നിർത്തുമോ? വെറുതെ ആ വടി വേസ്റ്റാവുന്നറിയില്ല. എന്താ അതുകൊണ്ടൊരു ഗുണമുള്ളത്? അതേ ബുദ്ധിമാന്മാരൊക്കെ എന്താണ്, കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി, അപ്പം നിൽക്കും. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിൽക്കും. ഇപ്പം ആ ലില്ലി ചേച്ചി ഒരു വടി കൊണ്ട് വന്നാലും, ഇനിയൊരു ആളുടെ പേര് പോലെ കൃഷ്ണവേണി അൽഫോൻസ് പറഞ്ഞ അവരൊരു വടി കൊണ്ട് വന്നാലും ആ അടി കൊള്ളുന്നല്ലാണ്ട് ഞാൻ മാറുമോ? ഞാൻ മാറുകയാണെങ്കിൽ എന്ന് മാറണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ അമ്മ എന്നെ തല്ലിയതിന് വല്ല കണക്കുണ്ടോ? ഏറ്റവും കൂടുതൽ റെക്കോർഡ് കിട്ടിയ തല്ലിന് ചെറുപ്പത്തിൽ കുടുംബത്തിൽ ആർക്കാന്ന് കിട്ടിയ ആർക്കാന്ന് ചോദിച്ചാൽ എൻ്റെ പ്രായമുള്ള ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഇങ്ങനെ അടി കിട്ടിയിട്ടില്ല. അടി കിട്ടി ശരീരത്തിൽ ഓരോ മാർക്കുകൾ കാണണമെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു, മഴവില്ല് പോലെ ഇങ്ങനെ കാണും. എന്നാലും ഞാൻ തന്നെ അതിന് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ കിട്ടിയതിന് ശേഷം എന്തൊക്കെ ലോകത്തുണ്ട് അതൊക്കെ തിന്നാൻ പഠിച്ച് എന്ന് വീണ്ടും വികൃതി കാണിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അമ്മ തല്ലി അച്ഛൻ ചീത്ത പറഞ്ഞെടുത്തിട്ട് പോകും, അച്ഛൻ തല്ലി അമ്മ ചീത്ത പറഞ്ഞെടുത്തിട്ട് പോകും. ഈ ഭാഗ്യം എൻ്റെ അനിയനുണ്ടായിരുന്നോ, തല്ല് കൊള്ളാത്തവന്? കാരണം അവനിത്തിരി ബുദ്ധി കൂടിപ്പോയത് കൊണ്ട്, അവൻ തല്ല് കൊള്ളാണ്ട് നോക്കിയത് കൊണ്ട് അവൻ എങ്ങനെയുള്ളത് വല്ലതും കിട്ടിയോ? ഞാനപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു മസാല ദോശയിലോ ലഡ്ഡുവിലോ ജിലേബിയിലോ ഒതുങ്ങുണ്ടായിരുന്നോ? ഇല്ല. ഒരു ടോയ്സ് കടയിൽ കയറിയിട്ട് ഏറ്റവും വില പിടിച്ച ടോയ്സ് മേടിച്ച് എന്നെ വരെ വിട്ടിട്ടില്ല. അപ്പോൾ ഓരോ ദിവസം അടി കൊള്ളുമ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്, കരഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നു. അതുപോലെ ഈ 2 ചേച്ചിമാർ എത്ര വലിയ വടി കൊണ്ട് വന്നാലും എനിക്കതുകൊണ്ട് ഒരു അടി കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും, ഇനി അമ്മേനെ കുറുമ്പ് ചെയ്ത് ഇനി നിങ്ങൾ ആ വടി മേടിക്കുക. വടി മേടിച്ചിട്ട് വെറുതെ വടി മേടിക്കുന്ന കാശ് പോകുന്നുണ്ടാണ്ട് ഈ കുറുമ്പം നന്നാവുമോ? നന്നാവാൻ ശ്രമിക്കും ഞാൻ. പക്ഷെ എന്താ ചെയ്യുക, അമ്മേനെ കണ്ടാൽ ഒന്ന് കളിയാക്കാൻ തോന്നും. അമ്മ, നമ്മുടെ ഇപ്പോൾ ഒരു തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടീനെ കണ്ടു. കുട്ടീനെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കുട്ടി കടന്നുറങ്ങിക്കൊണ്ടേ ഉണ്ടാവും. ആ കരയുന്ന കുട്ടീനെ ഒന്നിട്ട് നിർത്തി കിക്കി പറഞ്ഞാൽ അത് ഒന്ന് കരച്ചിൽ നിർത്തുന്ന വേറെ ഒരു ടൈം പാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉറങ്ങുന്ന കുട്ടീനെ അമ്മ ചെറുപ്പത്തിൽ ഉള്ളിൽ നോയിപ്പിച്ചിട്ട് എണിപ്പിച്ചിട്ട് പിന്നെ ഉറക്കുണ്ടാവുന്നില്ലേ? അതുപോലെയാണ് ഈ വയസ്സായ 6+ ആയൊക്കെ അമ്മയും കുട്ടികളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. ഇടയ്ക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് കുറുമ്പ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് കൺട്രോൾ ആവുക? പറയൂ. അപ്പോൾ എങ്ങനെ അമ്മയ്ക്ക് എങ്ങനെ ഒരു ടൈം പാസ് ഉണ്ടാവുക? ഇടയ്ക്കിടെ നിന്നിട്ട് ഈ പുകഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടൈം പാസ് വേണ്ടേ? പിന്നെ ഈ പറയുന്ന ചേച്ചിമാർക്ക് അമ്മേനെ എത്രയും ഞാൻ കുറുമ്പൊക്കെ കാണിക്കണം നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്താ അറിയോ, അത് കാണിച്ചില്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോ ഈ പശുക്കൾക്ക് തിന്നാൻ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടാണ് എൻ്റെ അമ്മ എന്നും വീട്ടിലേക്ക് വരിക. അപ്പോൾ അമ്മ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നു, അതെന്തുകൊണ്ട് പിടിച്ചില്ല? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജ് അതെന്തുകൊണ്ട് പിടിക്കുന്നില്ല? ചിക്കൻ കുറേ കാണിച്ചില്ലേ, എത്ര പ്രാവശ്യം എന്തൊക്കെ ചിക്കനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും അതുമല്ല, എന്തായാലും നേരം വൈകുകയും ചെയ്തു. അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, ടീച്ചറെന്നൊക്കെ പറഞ്ഞിട്ടില്ല, എന്തും നോണാണല്ലോ എന്ന്. അപ്പം അത് നോൺ അത്ര ആർക്കും ഇഷ്ടമല്ല. അത് നിന്നെ പോലെ അല്ല എന്താണ്. പക്ഷെ ആ 2 ചേച്ചിമാരോട് ഒന്നും കൂടി പറയാണ്ട്, നിങ്ങൾ ആ വടി കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ 2 അടി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ കുശുമ്പനൊന്നും ഒരു കുറവുമില്ല. ഇത് എന്നെ ദ്രോഹിക്കുന്നതിന് ഒരു കുറവുമില്ല. ഈ വീഡിയോയിൽ ശാന്തമായിട്ട് നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഒരുപാട് ദ്രോഹിക്കാറുണ്ട്. ഞാൻ കടന്നുറങ്ങുമ്പോൾ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഷോക്ക് ചെയ്ത പോലെ എണിപ്പിക്കാറില്ലേ? അങ്ങനെ ചെയ്യാൻ പാടുമോ?
അത് ഒരാളിനെ എങ്ങനെ എണിപ്പിക്കറിയോ? മോനെ മോനെ അല്ലെങ്കിൽ ഒരു ബെഡ് കാഫി കൊണ്ടുവന്നൊക്കെ എണിപ്പിക്കണം. ഇങ്ങനെ എൻ്റെ ദൈവമേ, എവിടെ പൂരപ്പറമ്പിൽ മൈക്ക് വെച്ച പോലെ അമ്മ എണിപ്പിക്കണത്. എത്ര നേരായി. ഞാൻ മെല്ലെ ഒന്ന് വിളിക്കുമ്പോ നീ ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് കിടക്കും, അവിടുന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് കിടക്കും. അപ്പോഴേ കുറച്ച് ഉറക്കം വന്നിട്ട് വിളിക്കും. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ ഈ മെല്ലവിളി ഉണ്ടല്ലോ, അതിപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഈ മെല്ലവിളിയിൽ തന്നെ എത്ര എക്കോ ഉണ്ടെങ്കിൽ അമ്മ ഒന്നും ഉറക്കം വിളിച്ച് എന്തായിരിക്കും ചെയ്യുന്ന ആലോചിച്ച് നോക്കും. പറയണം. എന്തറിയോ, ഇത്തിരി കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നീ 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 ഇതിലേക്ക് നോക്കിയിട്ട് ഒന്നും പറയണ്ട, കേട്ടോ. ഞാൻ കൂട്ടിക്കോളും. പിന്നെ അച്ഛൻ വേണമെങ്കിൽ കൂട്ടും, ഇല്ലെങ്കിൽ അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഇതാ ഈ കടല വേവിച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് എന്താ പറയാ വഴുതനങ്ങ, പിന്നെ സബോള, ഒരു ചെറിയ കഷ്ണം തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി. തക്കാളിക്ക് വില കുറഞ്ഞിട്ടുണ്ട്, വലിയ കഷ്ണക്കട അത് വേണ്ടേ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പല്ല് തേക്കുന്ന പേസ്റ്റ് അല്ല. അല്ല, ഞാൻ വിചാരിച്ചു ഇപ്പൊ ചിലതൊക്കെ ഈ പേസ്റ്റും ഇഞ്ചി ഈ പേസ്റ്റ് അങ്ങനെയല്ലമ്മ, ചിലത് ഈ പേസ്റ്റ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് പല്ല് വെളുപ്പിക്കാം, മുഖം വെളുപ്പിക്കാം എന്നൊക്കെ വന്നിട്ട് കാണിക്കാറുണ്ട്. ഇനി അമ്മ അങ്ങനെ വല്ല പരിപാടിക്ക് മാറ്റി വെച്ചാണെന്ന് അറിയില്ലല്ലോ. അത് കാരണം അമ്മ എന്തിനാ വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ട് പറയാൻ പോണുള്ളൂ. അങ്ങനെ അല്ലാണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചാന്ന് പറയരുത് കേട്ടോ. അല്ല, ഞാൻ ആലോചിക്കുക, ഇത്രയും കുശുമ്പും ഒക്കെ ഉള്ള അമ്മേനെ പാവമ്മ വന്നിട്ട് എന്നെയും കൂടി തല്ലിയിട്ട് അമ്മനെ സ്നേഹിക്കുകയാണല്ലോ. എന്ത് ഭാഗ്യം ചെയ്തിട്ടാണ് എൻ്റെ ഭഗവാനെ, എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഇത്രയും പാവായ എന്നെ കുടുംബം പറയാ. എന്റെ വീട്ടിലെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവോ, അവരൊക്കെ ഞാൻ എത്ര ഭയങ്കരയാണെന്നൊന്നും അവര് പറയില്ല കേട്ടോ. അതല്ലേ മാമനൊക്കെ ഉണ്ട് ജീവനോട്, മനസ്സിലായി, മാമന്മാരുണ്ട്. അവരൊക്കെ വണ്ടി കയറി വരണ 2 ദിവസം പിടിക്കില്ലേ? അപ്പോഴേക്ക് ഞാൻ സ്ഥലം കാലിയാക്കുമല്ലോ. അവൻ ബിസിയാണ് പറഞ്ഞ പോരെ. അപ്പൊ അമ്മ എല്ലാവരുടെ ഇട്ട് കൊടുക്കാൻ പോവാണ് എന്നെ അല്ലേ? പിന്നെ അമ്മ ഇനിയൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിലാണോ അമ്മ ഇങ്ങനെ പറഞ്ഞത്? എന്താണ് സ്ത്രീകളെന്ന് പറഞ്ഞ അങ്ങനെ 16-17 വയസ്സാകുമ്പോഴും കല്യാണം കഴിച്ചു പോവാ, അന്നത്തെ കാലം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? സ്വപ്നം കാണാൻ സമയം. ഇത് കേട്ട അച്ഛൻ എന്താ പറയണറിയാമ്മ? ഞാൻ നിന്നോട് ബാക്കി അച്ഛൻ എന്നോട് ഇത് വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു അച്ഛനെ. കേൾക്കൂ, ഇത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ, ന്യായമായ കാര്യമാണ്, അമ്മ ഒന്ന് കേട്ട് നോക്കൂ. അമ്മയുടെ വല്യച്ഛൻ അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു താമസം. എന്ന് വെച്ചാൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത്. ഇതിടൂ, ഞാൻ പറഞ്ഞു കൊടുത്തു. അച്ഛൻ സത്യസന്ധമായ കഥ പറഞ്ഞു. അപ്പോൾ 3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അവർ താമസം. അപ്പോൾ അച്ചാച്ചനും അമ്മയുടെ വല്യച്ഛനും നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മൂത്തിട്ട് എൻ്റെ അതന്നെ ഒരുപാട് കൂടിയിട്ട് മൂക്ക് പറഞ്ഞ ഉള്ളി മൂക്കും പോലെ അല്ല, ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടി തീരുമാനിച്ചു, എനിക്കൊരു അനിയനുണ്ട്, അത് കർണാടകയിൽ ചിക്മംഗ്ലൂർ പറഞ്ഞ സ്ഥലത്താണ്. അനിയന് മക്കളുണ്ട്, അതിൻ്റെ മൂത്ത കുട്ടി ഏതാണ്ട് കല്യാണപ്രായമായിട്ടുണ്ട്. ആ കുട്ടീനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനിയൻ്റെ മകളും അടുത്താവും, അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്ന് കൂടുന്നു പറഞ്ഞു. അപ്പം മനസ്സോട് കൂടിയിട്ട് ഇത്രയും ദൂരത്തേക്ക് പെണ്ണ് കാണാൻ വേണ്ടി വന്നതാണ് അത്ര അച്ഛൻ. എന്ന് വെച്ചാൽ അച്ഛന് വലിയ മനസ്സൊന്നുമില്ല, കാരണം നല്ല ശാലീന സുന്ദരികളുള്ള കേരളത്തിൽ നിന്നാണ് കർണാടക വരെ പെണ്ണ് കാണാൻ പോണത്. കേൾക്കോ? അപ്പോൾ ശാലീന സുന്ദരിമാരുള്ള കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പെണ്ണ് കാണാൻ പോണത്. അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും സൗന്ദര്യം എന്ന് വെച്ചാൽ ആ കാലത്തെ കേരളത്തെ സ്ത്രീകളെന്നൊക്കെ പറഞ്ഞ പാഠപുസ്തകത്തിലൊക്കെ. സിമ്പിൾ കറിയാണ്, വലിയ ഇതൊന്നല്ല. പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കണമുണ്ട്, അവർക്ക് ഞാൻ കാണിക്കണം. അത്രയോ പറഞ്ഞോ. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മതി, ഇത്രയൊന്നും വേണ്ട, ലൈറ്റായിട്ട് എല്ലാം. അപ്പം എന്താ അറിയോ, അന്ന് പാടത്ത് പണിയെടുക്കാൻ വരുന്ന പെണ്ണുങ്ങളില്ലേ, അവർ കൂടി നിന്ന് നോക്കി പോകുന്നു. കാരണം എന്താ പറയുക, വേർത്ത് കുടിച്ച് നിന്നാലും ആഹാ ആ സൗന്ദര്യമൊക്കെ സൗന്ദര്യമായിരുന്നു. ആ കാലത്തൊന്നും നിങ്ങൾ ജനിച്ചിട്ടും ഇല്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സൗന്ദര്യം എന്താ, ശാലീന സൗന്ദര്യം എന്താണെന്നല്ല അന്ന് കവിമാർ മുഴുവനും വർണ്ണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി ബാക്കി ഞാനിത് കഴിഞ്ഞിട്ട് ഈ സംഭവമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം.
അപ്പൊ അച്ഛന്റെ ഭാഗത്ത് വളരെ ന്യായമുണ്ട് കേൾക്കുമ്പോ, മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ഭാഗത്ത് എന്താ അന്യായമാണോ? അതിന് അമ്മക്ക് ബുദ്ധിയില്ലാത്ത പ്രായമല്ലേ? അമ്മയല്ലേ പറഞ്ഞു എനിക്ക് ബുദ്ധിയെ മുടത്തിണ്ടായിരുന്നു, അതിനേക്കാളും മുമ്പ് കല്യാണം കഴിച്ചു. അതെ, അത് സത്യമാണല്ലോ. അതിന് ഒന്നാമത്തെ കുറ്റക്കാരൻ അമ്മയുടെ അച്ഛൻ, കാരണം ബുദ്ധി മുടക്കാത്ത കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ തെറ്റുകാരി അമ്മ. അമ്മയ്ക്ക് എവിടെയെങ്കിലും ഓടിപ്പോയി ഒളിച്ചിരിക്കായിരുന്നു. മണ്ഡപത്ത് വന്നിട്ട് ഇത്രയും പൂവും ചൂടി ആഭരണം ചൂടി ഒരു രണ്ട് ടൈപ്പ് പായസം ഒരു സദ്യയും കിട്ടുന്നുള്ള ഒറ്റ ബുദ്ധിയും കൊണ്ട് മാത്രം തലയും കുനിച്ചു വെച്ച് കല്യാണം കഴിച്ചു തന്ന അമ്മയുടെ അതിന് തെറ്റ്. പിന്നെ അച്ഛനെ കണ്ടപ്പോൾ അത്യാവശ്യം കോലുമിച്ചയൊക്കെ ആയിട്ട് നല്ല സുന്ദരനായിരുന്നു, പ്രേംനസറിനെ പോലെയെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഏതാണ്ട് പഴയ ഫോട്ടോയിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അമ്മേനെക്കാളും നിറമൊക്കെ അന്ന് അച്ഛനുണ്ടായിരുന്നു. പിന്നെ കുടുംബം നോക്കാൻ വേണ്ടി വെയിൽ കൊണ്ടിട്ടാണ് അച്ഛത്ര ഡിമ്മായത്. അല്ലെങ്കിൽ അമ്മേനെക്കാളും കൂടുതൽ നിറം അന്ന് അച്ഛനായിരുന്നു എന്നാണ് പറയണത്, മനസ്സിലായില്ലേ? ഇനി ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒന്നാവട്ടെ. അപ്പോൾ ഇതൊന്ന് കാണണമല്ലോ. അമ്മ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നുമില്ലെങ്കിൽ പശുവായിരിക്കും, അല്ലെങ്കിൽ കുതിരയായിരിക്കും. ഈ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് എന്തിനാണ് പറയും? അല്ല, ഈ പശുവോ കുതിരയായിരിക്കും എന്ന് പറയണത് അമ്മയ്ക്ക് മുതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മുതിര അല്ല, ഇത് കടല. ചെറുപയറ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കടല, ഇലവർഗ്ഗങ്ങള്, ഇതെല്ലാം ഇഷ്ടമാണ്. മിക്കവാറും മനുഷ്യന് പല ജന്മങ്ങളുണ്ടാവും എന്ന് പറയില്ലേ? അതിൽ ഒരു ജന്മമാണ് മനുഷ്യനും പറയും. അങ്ങനെയാണെങ്കിൽ അമ്മ കഴിഞ്ഞ ജന്മത്തില് മിക്കവാറും ഒരു പശു ആവാനാണ് സാധ്യത. പശുവിന്റെ ശാന്തത ഇടയ്ക്ക് കാണാറുണ്ട് അമ്മയ്ക്ക്. പക്ഷെ ഇടയ്ക്കുണ്ടല്ലോ തിരുവെള്ളം കുറച്ച്, ഇതിന് അധികം വേവൊന്നുമില്ലല്ലോ. അപ്പൊ തിരുവെള്ളം അതിൻ്റെ ഒപ്പം തന്നെ ഈ ചക്കടലയും കൂടി ഇട്ടുകൊടുക്കാം. ഇപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തൊക്കെ അറിയണ്ടായിരുന്നു. അല്ലമ്മ, ഇത് കണ്ടപ്പോ നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്, ഒന്ന് കൂട്ടണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നിർബന്ധമില്ല. എപ്പോഴും ഈ പച്ചക്കറി ഉണ്ടാക്കുമ്പോഴേ ഞാൻ 2 ദിവസമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിക്കും. 3 ദിവസം ബാക്കിയാകുമ്പോൾ ഞാനത് കൊണ്ട് കളയുകയും. എന്താ പറയുക, കളയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കരയല്ല, അതെന്തറിയോ, ഇത്രയും ഇത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കളയുക എന്ന് പറയുമ്പോഴേ. അപ്പൊ ഇത് ഇന്നാണ്. അപ്പൊ ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അന്ന് പെണ്ണ് കാണാൻ വിളിച്ചപ്പോ അച്ഛൻ മനസ്സിൽ വിചാരിച്ചിട്ട്, അന്ന് അച്ചാച്ചനൊക്കെ പറഞ്ഞതിന്റെ അപ്പുറത്ത് അച്ഛന് പോകാൻ പറ്റില്ലല്ലോ. അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊമ്പമീശക്കാരൻ. എനിക്ക് എന്നെ കണ്ടിട്ട് പേടിയുണ്ട്. അപ്പൊ അച്ഛൻ്റെ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും? ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് പുറപ്പെടണം പറഞ്ഞു അത്ര. അപ്പോൾ ഒരു സ്റ്റേറ്റ് വിട്ട് ഒരു സ്റ്റേറ്റിലേക്ക് പോകാന്നുള്ള ചെറിയ സന്തോഷം ഉണ്ടെങ്കിലും അച്ഛൻ ആ വീട്ടിലിരുന്നിട്ട് ആലോചിച്ചാൽ എന്താ അറിയോ, ജനലോർത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഏക്കറക്കണക്കിന് കൃഷി, അവിടെ മുഴുവൻ പണിയെടുക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ, ഒന്നിനെക്കാട്ടിലൊന്ന് ശാലീന സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങൾ. അത് കണ്ടിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, അല്ലാണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്തോ കിട്ടി വന്നിട്ട് ഓടിപ്പോയി വന്നാൽ മുഴുവൻ കഥ കേൾക്കി പറഞ്ഞു. അമ്മ കേക്ക് എന്നല്ല എൻ്റെ അച്ഛൻ പറഞ്ഞു. അച്ഛൻ സത്യമായിട്ടും പറഞ്ഞു കേൾക്കൂ. അപ്പൊ ഇത്രയും ശാലീന സുന്ദരികളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ അതിനൊന്നിന് വിരൽ കാണിച്ചിട്ട് ഇതിൽ ഏതിനൊന്ന് കെട്ടിയാൽ മതി എന്ന് ചോദിച്ചാൽ ഏതിനെങ്കിലും കെട്ടിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ്ടായിരുന്നില്ലേ? എൻ്റെ തെറ്റാണോ? നിന്റെ അച്ചാച്ചൻ അമ്പുജത്തിൻ്റെ വല്യച്ഛനെ കണ്ടിട്ട് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അനിയൻ്റെ മകളിനെ കെട്ടിക്കാനൊന്നല്ലേ. ശരി, വാക്ക് ധിക്കരിക്കരുത് വന്നിട്ട് അച്ഛൻ പുറപ്പെട്ടിട്ട് പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് കാണാൻ വരുമ്പോൾ എന്താ, മല്ലിപ്പൂ, ചെണ്ടപ്പൂ, മണ്ടപ്പൂ ഒക്കെ ചൂടിയിട്ട് കുറേ ആൾക്കാരത്ര. ഒരു വീടത്ര, വീട്ടിൻ്റെ ചുറ്റും 40-50 ആൾക്കാരത്ര. ഇത് ഏതാണ് പെണ്ണ്, ഏതാണ് പെണ്ണ്? അമ്മയല്ലമ്മ, അമ്മയുടെ വീട്ടിൻ്റെ അയൽപ്പക്കക്കാർ മുഴുവൻ വീട്ടിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പോൾ ഇത് ഏതാണ് കുടുംബക്കാർ, ഏതാണ് അയൽവാസികൾ എന്നൊന്നും മനസ്സിലാവില്ല അത്ര. എല്ലാം കല്ലട പല്ലട ചെല്ലട എന്നൊക്കെ പറയുന്നുണ്ട് അത്ര കന്നഡ ഭാഷയിൽ. എന്നാൽ അച്ഛന് കന്നഡ അറിയില്ലല്ലോ. അപ്പോൾ അവിടെ പ്രൗഢിയായിട്ട് ഒരാളിരിക്കുന്നത്, അതാണ് നമ്മുടെ അച്ഛൻ. അപ്പോൾ തന്നെ അച്ഛൻ ഏതാണ്ട് മനസ്സിലായി എന്തായാലും ഇങ്ങോട്ട് മക്കൾ മോശമാവാൻ വഴിയില്ലാന്ന്. അത് കഴിഞ്ഞപ്പോൾ നല്ല ശാലീന സുന്ദരിയായിട്ട് നമ്മുടെ അമ്മേനെയും കണ്ടു. അവരും വളരെ ചെറുപ്പമാണ്. അപ്പോൾ അതും കണ്ടപ്പോൾ അച്ഛനും ഒന്നും കൂടി ഉറപ്പായി നമ്മുടെ നാട്ടിനേക്കാളിലും മോശമാവാനൊന്നും വഴിയില്ല. എവിടെ കൊണ്ടുപോയിട്ട് വിത്ത് കുഴിച്ചിട്ടാലും ഇപ്പോൾ ശാലീന സുന്ദരിമാരായ മലയാളികൾ വേറെ സ്റ്റേറ്റിലുണ്ടെന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കുമ്പള വിത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കർണാടകയിലെ മണ്ണിൽ കുഴിച്ചിട്ടാൽ അവിടെ കുമ്പളൻ്റെ മുളക്കുള്ളൂ എന്ന് അച്ഛന് മനസ്സിലായി ഇത്ര. അങ്ങനെ മനസ്സിലായിട്ടിരിക്കുമ്പോൾ ഇത്രേ മകളെ വായോ എന്നൊരു വിളി ഇത്ര. അമ്മ വന്നോ വന്നില്ലേ എന്നറിയില്ല അത്ര. ഒരു മിന്നലത്ര. അച്ഛൻ്റെ കണ്ണിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോയിരുന്നു. കാരണം ഒരു സൂര്യൻ ഉദിച്ചിട്ട് പെട്ടെന്ന് ഒരാളുടെ നമ്പർത്ത് വരുമ്പോൾ എങ്ങനെ അത്രയും സൗന്ദര്യം പെണ്ണ്. പക്ഷെ 8 പൊട്ടും തിരിയാത്ത പെണ്ണാണെന്നൊക്കെ അച്ഛൻ അപ്പം തന്നെ മനസ്സിലായി ഇത്ര. കാരണം അച്ഛനെ അല്ലാത്ര നോക്കണത് ആ പലഹാരങ്ങളിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛന് മനസ്സിലായി ബുദ്ധിയില്ല, സൗന്ദര്യമുണ്ട്. സൗന്ദര്യം നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല.
ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചു അത്രേ. ബുദ്ധി ഇല്ലെങ്കിൽ എന്താണ് അവർ വരുമ്പോൾ സംസാരിച്ചത്രേ. ബുദ്ധി ഇല്ലെങ്കിൽ എന്താണ് അതൊക്കെ നമുക്ക് ഇവർ തമ്മിൽ ആര് അച്ഛൻ അതെനിക്കെന്തറിയോ അച്ഛനല്ലേ പറയണേ ഞാനല്ല പറയണേ. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞത്രേ കുട്ടിയൊന്നും കുഴപ്പമില്ല, പക്ഷെ കുട്ടി ഒരാളെയും നോക്കിയില്ല, അവിടെ ജിലേബിയും ലഡുവിനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന്. അപ്പോൾ അയ്യോ അത് കുട്ടിയല്ലേ അതുകൊണ്ട് നോക്കി ഇത്രയും ചെറിയ കുട്ടിയെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാറുന്നത്രേ. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നമുക്ക് മൂക്കിനെയോ കണ്ണിനെയോ ഒന്നും നമ്മൾ തിരുത്തി എഴുതാൻ പറ്റില്ല. പിന്നെ ഈ സ്വഭാവമല്ലേ അതൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്താനുള്ള പ്രായമായിട്ടുള്ളൂ, ഞങ്ങൾക്ക് കൊണ്ടുപോയി വളർത്താമെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ അച്ഛൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അച്ഛൻ്റെ ഒരു ബന്ധു അളിയൻ അമ്മായിയുടെ ഭർത്താവ് പറഞ്ഞത്രേ, അളിയോ ഇങ്ങനെ ഒരു സൗഭാഗ്യമൊന്നും എവിടെയും കിട്ടില്ല, ഇത് വല്ലാത്തൊരു ലോട്ടറിയാണ്, ഇതിനിവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ആലോചിച്ചു അത്രേ, കുട്ടി ചെറിയ കുട്ടിയാണ് വന്നിട്ട് അതിനൊരു 20 വയസ്സാവട്ടെ വന്ന് വിട്ട് കഴിഞ്ഞാൽ എനിക്കിതിനെ കിട്ടില്ല, അപ്പോൾ എനിക്കിതിനെ കെട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തീരുമാനിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ തീരുമാനിക്കണ്ടായിരുന്നില്ല അത്രേ. അച്ഛൻ ഇറങ്ങി വണ്ടി കയറാൻ നിൽക്കുമ്പോഴത്രേ പെരപ്പുറത്തിൻ്റെ മുകളിൽ ജനൽ തുറന്നിട്ട് ഈ ലഡുവിനും ജിലേബിയും നോക്കിയെന്ന് അമ്മ അച്ഛനെ നോക്കണമെന്ന്. അത് കണ്ട അച്ഛൻ തീരുമാനിച്ചു ആ കുട്ടിക്ക് മനസ്സുകൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ ഇന്നലെ പറയേണ്ടതൊക്കെ പറയാൻ കാരണം നിന്റെ അമ്മയ്ക്ക് 25 വയസ്സാവട്ടെ, നിന്നത്തെ പെൺകുട്ടികൾ തീരുമാനിക്കുന്ന പോലെ അന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോരുമീശക്കാരൻ അച്ഛനെ ഈ ഗ്രാമവാസിനെ കെട്ടണ്ടായിരുന്നോ? അവൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല അന്ന് കെട്ടിയത്. അതുപോലെ അന്ന് എനിക്ക് അടിച്ചൊരു ലോട്ടറി, അത് ബമ്പർ ലോട്ടറിയാണ്, മനസ്സിലായില്ലേ? നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇനി എത്ര വലിയ ലോട്ടറി അടിച്ചാലും ബമ്പറൊന്നും അടിക്കില്ലല്ലോ, അത് ഓണത്തിനും വിഷുവിനും ഒരാൾക്ക് മാത്രമേ അടിക്കുള്ളൂ. അതെനിക്ക് അടിച്ചു, നിങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ലോട്ടറികൾ അടിച്ചുകൊണ്ടുണ്ടാവും, അത്രയേ ഉള്ളൂ മക്കളെ. അത് കാരണം ഒരുപാട് നീ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പഴയ കാലത്ത് അത് ഇത് പറഞ്ഞിട്ട് നീ എൻ്റെ കുറ്റം കണ്ടുപിടിക്കേണ്ട. എനിക്ക് എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധി, ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറി. നോക്ക്, വല്ല മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ? 60+ ആയി, അതിൻ്റെ വല്ല തോന്നലും ഉണ്ടോ? പിന്നെ അതിനേക്കാളിലൊക്കെ വലുത് വേറെ ഒരു വലിയൊരു കാര്യമുണ്ട്, അത് വേണം ഇത് വേണം. ചെറുപ്പത്തിലും വാശി പിടിച്ചിട്ടില്ല, എപ്പോഴും വാശി പിടിച്ചിട്ടില്ല, ഈ നിമിഷം വരെയും വാശി പിടിച്ചില്ല, എന്നോടും ഇല്ല നിങ്ങളോടും ഇല്ല. അപ്പോൾ ഇതൊക്കെ പോരടാ. എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ, എന്നെ അവിടെ കൊണ്ടുപോകും, എന്നെ ഇവിടെ കൊണ്ടുപോകും, എന്നെ അത് തീറ്റിക്കും, എനിക്ക് കിട്ടിയത് മതിയായില്ല, ഈ കെട്ടിയവൻ എനിക്ക് പോരാ, ആ കെട്ടിയവനാണെങ്കിൽ ഞാൻ ഒന്നും കൂടി നന്നായനെ. എന്നെ കളക്ടർ നോക്കാൻ വന്നു, എഞ്ചിനീയർ നോക്കാൻ വന്നു, ഡോക്ടർ നോക്കാൻ വന്നു. എൻ്റെ അച്ഛൻ്റെ കഴിവിന് എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒന്നും നിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു അമ്മേനെ നിങ്ങൾക്ക് കിട്ടിയോ? അത് കാരണം എനിക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്കും ഒരു ഗുണമുണ്ടായില്ലേ പറഞ്ഞു. ഇതൊരു വല്ല മിസ്റ്റേക്ക് ഉണ്ടോ? അപ്പോൾ അമ്മയുടെ ഭാഗത്തല്ലേ ബുദ്ധി ഇല്ലാത്തത്? അമ്മ ബുദ്ധി വരുന്നവരൊന്നും ചിന്തിക്കായിരുന്നില്ലേ? ഇത്രയും സ്നേഹിക്കുന്ന അച്ഛനോടൊന്ന് പറയായിരുന്നില്ലേ? ഡാഡിന്ന് വിളിക്കില്ലല്ലോ, അടി കിട്ടുമല്ലോ. അച്ഛാ ഇപ്പം വേണ്ട അച്ഛാ, ഞാനിപ്പോൾ കളിക്കുന്ന പ്രായമാണ് അച്ഛാ, കല്യാണ പ്രായമാകുമ്പോൾ ഞാൻ കഴിച്ചോളാം അച്ഛാന്ന് പറയാണ്ട് എന്തിനു ഒരുങ്ങി നിന്നു? അമ്പടി എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല, ആ പ്രായത്തിൽ സ്വപ്നം കാണാൻ സമയം ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് പോകണം, ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരും, വിരുന്ന് വരും പോലെ ബുദ്ധി വേണ്ടേ? ഇത് ഭർത്താവിൻ്റെ വീടാണ്, പോയാൽ അവിടെ തന്നെ നിൽക്കുന്ന വല്ല ബോധ്യമുണ്ടോ നിങ്ങൾക്ക്? നോ. നിങ്ങളുടെ വിചാരം ഇതെന്തോ ഒരു ചടങ്ങാണ്, ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും, കൊണ്ടിട്ട് അതേപോലെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു അല്ലേ? ഇതൊക്കെ എനിക്ക് മനസ്സിലായ അത്രയും ബുദ്ധിയില്ലാത്ത സമയത്തല്ലേ കെട്ടിക്കൊണ്ടത്. അച്ഛൻ പറഞ്ഞ അപ്പൊ ആത്മാർത്ഥമായിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്താണത്? ശരിയാണല്ലോ അച്ഛൻ പറയണത്. ഇപ്പോൾ നമുക്കൊരു ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? പുറത്ത് പോയിട്ട് ഉള്ളിലേക്ക് വന്നു, ഒന്നും കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ എവിടേക്കും കൊണ്ടുപോയില്ല, നോ പരാതി അച്ഛന്. അച്ഛൻ ഭാഗ്യവാനല്ലേ? വാടിയെന്ന് പറഞ്ഞാൽ അല്ല വേണ്ട. ഇനിയിപ്പോൾ അച്ഛൻ ചോദിക്കണം ഇന്നത് വേണോ? വേണ്ട മോനേട്ടാ, ഞാൻ എന്നാൽ കൊണ്ടുവരാം. അയ്യോ എനിക്കിഷ്ടമായിരുന്നു മോനേട്ടാ, കൊണ്ടുവന്നാ പറയും. അപ്പം അച്ഛന് മനസ്സിലായി ചോദിക്കരുത്, കൊണ്ടുവന്ന് കൊടുക്കണം. അമ്മ വേണ്ടാന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. ഇപ്പം എൻ്റെ അനിയനും ചോദിക്കും, അമ്മ ഞാൻ അത് ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചാലോ? വേണ്ട മോനെ. അമ്മ ഞാൻ ഇതൊരാളുടെ അടുത്ത് കൊടുത്തയച്ചാലോ? വേണ്ട മോനെ. ഞാൻ വരുമ്പോൾ എന്താ കൊണ്ടുവരുന്നത്? വേണ്ട മോനെ. അതിൻ്റെ പകരം കൊണ്ടുവന്ന് കൊടുത്താൽ എൻ്റെ മകൻ കൊണ്ടുവന്നാണ് കാര്യമായ കുപ്പീനെടുക്കാൻ നോക്കിക്കൊണ്ട്, ഏത് സെൻറ്റിൻ്റെ കുപ്പി, പെർഫ്യൂം, ഇത് ആദ്യം കൊണ്ടുവന്ന പെർഫ്യൂമിൻ്റെ ഡബ്ബി എടുക്കാൻ അമ്മ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഈ കൊണ്ടുവന്ന് തരുമ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേണ്ട മോനെ എന്നൊരു എൻ്റെ എന്ത് ഏത് ഞാനോ? അമ്മ എന്തമ്മ കൊണ്ടുവരണ്ട്? ഇന്ന സാധനം വന്നിട്ട് മാർക്കറ്റിൽ വേണ്ട മോനെ, എന്തിനത് ആവശ്യമില്ല അവരെ. അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി 2 പ്രാവശ്യം വേണ്ട മോനെ പറഞ്ഞത് വേണമെന്നാണ് അർത്ഥം. അല്ലമ്മ ഈ എന്തിനാ പനന്നൊങ്ക്, അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അമ്മ എന്താ പറയാന്നറിയാൻ വേണ്ടി ചോദിക്കും. അമ്മ പനന്നൊങ്ക് വന്നിട്ടുണ്ട്, വേണമ്മ? വേണമ്മ? നല്ല നല്ല കഴിക്കാൻ പാകത്തിനുള്ളതാണ്, വേണമ്മ പറയും. പനന്നൊങ്കോ
വേണ്ട മോനെ, അത്രയും ദൂരത്തുനിന്ന് അത് തുണിയിലൊക്കെ കറയാവും. അല്ല അത് പാക്ക് ചെയ്ത് തരുമമ്മ, കൊണ്ടുവരണോ? പനന്നുങ്ക് വേണ്ട മോനെ, ഒരു പ്രാവശ്യം കൂടി പറയും, പനന്നുങ്ക് വേണ്ട മോനെ എന്ന് പറഞ്ഞതിനർത്ഥം നിനക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നാണ് ഞാൻ തിന്നോളാതെ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പനന്നുങ്ക് തിന്നൊരു തീറ്റ കാണുന്ന എൻ്റെ അമ്മോ എങ്ങനെ അറിയോ, വേനൽക്കാലത്ത് നല്ല വേനൽക്കാലല്ലേ, അന്ന് പശുവിൻ്റെ തൊഴുത്തിൽ കൊണ്ടൊരു തണ്ണിമത്തം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ എൻ്റെ അമ്മ പനന്നുങ്ക് തിന്നു കണ്ട ആ പനന്നുങ്ക് ജന്മത്തിൽ പനന്നുങ്കായിട്ട് ജനിക്കില്ല. അങ്ങനത്തെ രീതിയിൽ അതിന് ചിത്രഹിംസ ചെയ്തിരുന്നു വെച്ചാൽ കൊല്ലാക്കൊല ചെയ്തിട്ടാൽ മതി. അപ്പോൾ അത്ര ഇഷ്ടമുള്ള ഒരാൾക്ക് ആക്രാന്തം വരില്ലേ? അപ്പോൾ അത്രയും എൻ്റെ ലില്ലി ചേച്ചി പിന്നെ ആരാണ് ദയവ് ചെയ്ത് എന്നെ കൊല്ല ചെയ്യരുത്. ഞാൻ ടൈം പാസിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി അവരെന്നെ ഇടിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ടൈം പാസിലൊക്കെ നിങ്ങൾ എന്ത് കണ്ടിരിക്കും? ഈ വഴുതനങ്ങ ഇത്ര കടലയിട്ടതോ ഇത് കണ്ടിരിക്കാൻ എനിക്ക് തന്നെ വയ്യ. നിങ്ങൾ എങ്ങനെ കണ്ടിരിക്കും? അല്ലമ്മ, പനന്നുങ്ക് പറഞ്ഞ പാകത്തുണ്ട പനന്നുങ്ക് ഇട്ട് കഴിഞ്ഞാൽ അമ്മ ഈ പശു തിന്നുന്നത് മോശമായിട്ടുള്ള തെറ്റാ? ഞാൻ പറഞ്ഞെന്തറിയോ, ഭയങ്കര വേനൽക്കാലം പശുവിന് എത്ര വെള്ളം കാടിവെള്ളം കൊടുത്താലും അല്ല, കാടിവെള്ളം കൊടുക്കുമ്പോൾ ഒരു ആക്രാന്തത്തിൽ കഴിയും. പക്ഷെ ഒരു തണ്ണിമത്തിൻ്റെ തൊണ്ട് കൊടുക്കുമ്പോഴേ പശു കഴിക്കുന്ന കണ്ടിട്ടുണ്ടാമ്മ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് കേട്ടോ. അതെങ്ങനെ കഴിക്കുന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു. അതാണ് പറയണത്, ഒന്നിൻ്റെ വിലയായിട്ട് സംസാരിക്കരുത് മകനെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിന്ന് ചോറിന് ഇതും അവിടെ കടുമാങ്ങ അച്ചാറില്ലേ, അത് മാത്രം മതി. എനിക്ക് എന്തറിയാം. പക്ഷെ എനിക്കൊരു ചോദ്യം അമ്മേനോട് ചോദിക്കാൻ, ഒരിത്തിരി കുറച്ച് ഒരു നുള്ള കുരുമുളക് കേട്ടോ. പിന്നെ ഇതിൽ വേറെ മസാലകളൊന്നുമില്ല. എന്നിട്ട് ഇത് എന്നോട് നമ്മുടെ ആൾക്കാർ കേട്ടോ, നമ്മുടെ കുടുംബത്തിലുള്ള യൂട്യൂബിലുള്ള ആൾക്കാർ ചോദിക്കാൻ പറഞ്ഞു, മോനെ ഇപ്പോഴല്ല പണ്ടത്തെ അത് വീഡിയോന് ചോദിച്ചു, മോനെ ഇത്രയൊക്കെ പറയണം മോനെ, കല്യാണക്കാരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ. അന്ന് ചോദിച്ചു ഇത്രയൊക്കെ പറയണം മോനെ, ഒരു കാര്യം കൂടി ചോദിക്കണം. അന്ന് ചോദിച്ചിട്ട് അമ്മ അതിന് ഉത്തരം തരാണ്ട് പോയി. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം തരാണ്ട് പോയിട്ടുണ്ട്. ആ ഉത്തരം മോനെ അമ്മയുടെ വായം കൊണ്ട് വരുത്തണം. ഇപ്പം തന്നോടെ പോന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് അമ്മയ്ക്ക് ഫ്രണ്ട്സാണെന്നൊക്കെ പറയില്ലേ? അപ്പം വയസ്സായില്ലേ, ഇനിയിപ്പോൾ നാണിക്കാനൊന്നും ആവശ്യമൊന്നും ഇല്ലല്ലോ. വയസ്സായില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ട്. അല്ല, ഏജ് ജസ്റ്റ് നമ്പർ, അത് വയസ്സെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ, മനസ്സിൽ യൗവനമുള്ള കാലം വരെ നമ്മളൊക്കെ എങ്ങനെയാണ്. അതന്നെ, നമുക്ക് വയസ്സായാലും നിങ്ങൾക്ക് വയസ്സാവില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, അവർ ചോദിക്കാൻ പറഞ്ഞ കാര്യം എന്താ അറിയോ, എന്നാണ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. തെറ്റരുത്, നുണയും പറയരുത്. അമ്മ കല്യാണം കഴിച്ച കാര്യം പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു. ഇതിൽ നമ്മുടെ കുടുംബക്കാരെ ചോദിച്ചാണ്. അപ്പോൾ ഒരു കാര്യം ചോദിക്കണം അമ്മയോട്, കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞതെന്ന്? എന്താ എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞിട്ടില്ല എന്നല്ല, അച്ഛൻ എപ്പോഴാ പറഞ്ഞെന്ന്? ഇവ അടുത്തെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോണയാണോ അമ്മ പറയണത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അമ്മ? അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ അതന്നെ ഇത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് വാക്കും കൊണ്ട് വ്യക്തമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ? ഇതൊക്കെ ഒരു 16 വയസ്സുള്ളപ്പൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ പിള്ളേർക്ക്? ഇപ്പൊ പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരാളിനെ സ്നേഹിക്കുക, ഐ ലവ് യു എന്ന് പറഞ്ഞ പൊട്ട വാക്കൊന്നുമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരാൾ പറഞ്ഞിട്ട് വേണം ഒരാൾക്ക് അറിയാം. ഒരാളുടെ പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ അത്. ഇപ്പൊ ഒരു ചോദ്യം കൂടി, ഒരു പുരുഷൻ സ്ത്രീനോട് മാത്രം ചോദിക്കുന്ന ഒരു വാക്കാണോ ഐ ലവ് യു എന്നുള്ളത്? ഒരച്ഛനോട് മകൻ ചോദിക്കുക, അച്ഛനോട് മകൻ ചോദിക്കുക, മകനോട് അച്ഛൻ ചോദിക്കുക, അമ്മയോട് മകൻ ചോദിക്കുക, മകനോട് അമ്മ ചോദിക്കുക, അനിയത്തിയോട് പറയാം ഐ ലവ് യു എന്ന്, ആരോടും പറയാം ഐ ലവ് യു എന്ന് പറയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതൊരു പൊട്ട വാക്കല്ലല്ലോ. ഭഗവാനെ, ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടേ ഇല്ല അല്ലേ? പിന്നെ അതന്നെ, അതിൻ്റെ ഒരു ചെറിയ 2 വരിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയുടെ ഒപ്പം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. പറയൂ, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ സ്നേഹം പറഞ്ഞാൽ എന്താണ്? സത്യമായിട്ട് പറയണം കേട്ടോ, ആലോചിച്ചിട്ട് പറയണം കേട്ടോ. ഭാര്യ ഭർത്താവിൻ്റെ പിന്നെ ആരുടെ എനിക്കറിയാം? നീ പറഞ്ഞു തരും, നിങ്ങളുടെ പറഞ്ഞാൽ മതി. അതൊക്കെ തന്നെ യഥാർത്ഥ സ്നേഹം. അവിടെ എന്നും ഇങ്ങനെ കൊഞ്ചി കൊഴഞ്ഞ് തേനയും ആന അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം സ്നേഹം എന്നല്ല കേട്ടോ. ചിലപ്പോ ദേഷ്യപ്പെടും, ചിലപ്പോ പിണങ്ങും, ചിലപ്പോ സന്തോഷിക്കും, കുറ്റം കണ്ട
അത് കുറ്റമാണെന്ന് പറയും. അത് ശരിയല്ല ചെയ്തത്, അതെന്താ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് ഭർത്താവ് ഭാര്യനെയും കുറ്റപ്പെടുത്താം, ഭർത്താവിന്റെ ഭാര്യയും. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ജീവിതം. അല്ലാണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കരുതലുണ്ടാവും, നമുക്കൊരു പരസ്പര വിശ്വാസം. എവിടെയാണെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്ക് ആളാണെന്നുള്ള നമുക്ക് മനസ്സിൽ നമുക്ക് കുറച്ചൊരു വിശ്വാസം, അങ്ങനെ പലതും. അതൊക്കെ കൊണ്ട് തന്നെ സ്നേഹം എന്ന് മനസ്സിലാക്കാൻ. അല്ലാണ്ട് കുഞ്ഞങ്ങനെ ജീവിതം ഇത്ര കാലം ഞങ്ങൾ ജീവിച്ചു. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അറിയാലോ സ്നേഹം നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഞങ്ങളെ പോലെ അല്ല. അല്ലല്ലല്ലല്ല, എനിക്കറിയണത് ഇത്ര അറിയുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താവായാലും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരർത്ഥം മാത്രമേ ഉള്ളൂ. ഏത് പ്രതിസന്ധിയിലും ഒരാൾ മറ്റൊരാളെ വിട്ടുകൊടുക്കരുത്. ഒരാളിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ, ആ മനസ്സിനെ, ആ സ്വഭാവത്തിനെ മൊത്തത്തെ ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. അല്ലാണ്ട് ഇന്നത് ശരിയില്ല അതുകൊണ്ട് നാളെ തന്നെ ഞാൻ വിടുന്നു എന്ന് പറയുന്നതിൻ്റെ പേര് സ്നേഹമല്ല. പൂർണ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ ശ്രമിച്ച് വലിയ വലിയ തെറ്റുകളെയൊക്കെ തിരുത്താൻ നോക്കി. അതുകൊണ്ട് തിരുന്നില്ലെങ്കിൽ മാത്രം ആ സ്നേഹത്തിന് അർത്ഥമില്ല വന്നിട്ട് വിട്ടുപോവുക. അല്ലാതെ നിസാര കാര്യങ്ങൾക്ക് വിട്ടുപോകരുത്. ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരം, ഒരു ആത്മാവുമായിട്ട്, ഒരു ഹൃദയമായിട്ട്, പരസ്പര വിശ്വാസമായിട്ട്, ഏത് സാഹചര്യത്തിൽ മറ്റൊരാളുടെ മുമ്പത്ത് അവനവൻ്റെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികൾ, സ്നേഹിക്കുന്ന വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല. നീ എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാൻ എന്ന് പറയുന്നത് നീയാണെന്ന് പരസ്പരം ഒരു ധാരണയുണ്ടെങ്കിൽ, രണ്ട് ശരീരം ഒരു ആത്മാവാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതാണ് സ്നേഹം എന്ന് തോന്നുന്നു അല്ലമ്മ? അതൊക്കെ തന്നെയാണ് ഞാനും. എനിക്ക് പറയുന്ന രീതി ഇതുപോലെ നിന്നെപ്പോലെ അറിയില്ല എന്നാണ്. അത്ര തന്നെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കി സത്യമാണെന്ന് അറിയുമ്പോൾ. അല്ല, അച്ഛനെ അതിന് പൊട്ടേന്നും പറഞ്ഞില്ലല്ലോ. അമ്മ നല്ല സുന്ദരായിരുന്നു എന്നാ പറഞ്ഞത്, തെറ്റാണോ? അയ്യോ, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അഹങ്കാരം. നിങ്ങൾ പറഞ്ഞല്ലേ അംബുജാക്ഷി അമ്മയ്ക്ക് അഹങ്കാരം ഇല്ലാന്ന്. ഇപ്പൊ കണ്ടില്ലേ വായിന്ന് വന്നത്. ചെറുപ്പത്തിലെ കാര്യം നമ്മളോട്, ചെറുപ്പത്തിൽ എന്നെ കാണുമ്പോൾ പലരും അങ്ങനെ പറയാറുണ്ട്. അല്ല, ഞാൻ ഈ ഫാമിലി മെമ്പേഴ്സിനോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ പാവാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ പറഞ്ഞിട്ട് വേണോ എന്ന് പറഞ്ഞത് കേട്ടില്ലേ? അതാണ്. അപ്പൊ ഇത്തിരി അച്ഛൻ പറഞ്ഞിട്ട് വേണോ എന്ന് പറഞ്ഞാ തീരെ മോശം ഒന്നല്ലല്ലോ ഞാനെന്ന് എനിക്കും അറിയാലോ. ആയിക്കോട്ടെ, അങ്ങനെ അതപ്പോ കണ്ടിട്ട് ഈ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത്ര ഇല്ല. ആയിക്കോട്ടെ, സന്തോഷായില്ലേ അമ്മയ്ക്ക്? അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ കറി. അത് ഇവനും വേണമെന്ന് പറയുന്നുണ്ട്. നല്ല മണം, നല്ലൊരു എന്താ പറയാ, കഴിക്കാൻ തോന്നുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാം. എന്നിട്ടാണ് പാരമണിക്കൂറായത്. ഇതാണ് ഇന്നത്തെ കറി. ഇതാണ് എന്നത്തെ നമ്മുടെ അമ്മക്കുട്ടി. എന്നത്തെ നമ്മുടെ അമ്മക്കുട്ടി നിങ്ങളുടെ ഇവന്റെ മാത്രല്ല കേട്ടോ. അപ്പൊ ഇവന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയാമോ? ബൈ.